മോർണിംഗ് ഷോയിൽ ഇനി അതിഥികൾക്കുള്ള സമയമാണ്. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ഇന്ന് ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അതിഥിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഡോക്ടർ അംബരീഷ്, KPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക ഫിസിയോതെറാപ്പി കോൺഫെഡറേഷനിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ്. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ആദ്യം തന്നെ ഇന്ന് ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. അപ്പോൾ ആളുകൾക്ക് കൂടുതലും, കാരണം ഫിസിയോതെറാപ്പിയെ കുറിച്ചിട്ട് ആളുകൾക്കുള്ളൊരു ധാരണ, നമ്മളെപ്പോഴും ഒരു ചികിത്സാ രീതിയാണെങ്കിൽ ചികിത്സയ്ക്ക് എപ്പോഴും പറയുന്നത് മരുന്നുകൾ ഉപയോഗിച്ചുള്ളൊരു ചികിത്സയാണ് ഏറ്റവും കൂടുതൽ. ഒരു പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വ്യാപകമായിരിക്കുന്നതും അത്തരം ചികിത്സാ രീതികളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി മരുന്നുകൾ ഉപയോഗിക്കാതെ വ്യക്തമായ പ്രാക്ടീസിലൂടെ തന്നെ നടത്തുന്ന ഒരു ചികിത്സാ രീതി, അതിനെക്കുറിച്ച് തന്നെയാവാം ആദ്യം വിശദീകരിക്കുന്നത്. ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് വ്യക്തമാവും. ഫിസിക്കൽ തെറാപ്പിയാണ്. ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ചികിത്സകൾക്കുള്ള ഫിസിക്കൽ മൊഡാലിറ്റീസ് യൂസ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റാണ്. പ്രധാനമായും നമ്മൾ എക്സസൈസുകളാണ് നമ്മൾ യൂസ് ചെയ്തത്. കൂടാതെ ഇലക്ട്രിസിറ്റി, പിന്നെ അല്ലാത്ത മീൻസ് എക്സസൈസ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത കാര്യം. മറ്റ് ചികിത്സാ രീതികളെ പോലെ തന്നെ ഇതിലും ഒരുപാട് കാറ്റഗറൈസ് ചെയ്തിട്ട് ചികിത്സയുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഒരു തരം, ഇപ്പോൾ സാധാരണമായിട്ട് നമുക്ക് കാണുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് മറ്റൊരു തരത്തിലാണ്, പിന്നെ കാർഡിയാക് അസുഖങ്ങളുള്ളവർക്ക് വേറെ, അങ്ങനെ അതെങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. ഫിസിയോതെറാപ്പിക്ക് ഇപ്പോൾ ഓർത്തോ കണ്ടീഷൻസ് ആയിട്ട് വരുന്നത് ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പിയാണ്. ന്യൂറോ കണ്ടീഷനായി ന്യൂറോ ഫിസിയോതെറാപ്പിയാണ്. പീഡിയാട്രിക് ഫിസിയോതെറാപ്പി, ഗൈനക് ഫിസിയോതെറാപ്പി, സ്പോർട്സ് മാനിപ്പുലേറ്റീവ് ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഫിസിയോതെറാപ്പി, എർഗണോമിക് ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ള അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് വരും. അത് എങ്ങനെയാണ് അത് കാറ്റഗറൈസ് ചെയ്യുന്നത്? നിങ്ങളിടത്തേക്ക് ആളുകൾ ഇപ്പോൾ ഒരു ഓർത്തോ റിലേറ്റഡ് പേഷ്യൻ്റ്, മസ്കുലോ സ്കെലിറ്റൽ പ്രോബ്ലം ആയിട്ട് വരുന്ന ആളുകൾ, പെയിൻ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് വരുന്ന ഓർത്തോ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ന്യൂറോ പ്രോബ്ലംസ് ആയിട്ട് വരുന്ന പേഷ്യൻ്റ് ന്യൂറോ പേഷ്യൻസ് ഫിസിയോതെറാപ്പിസ്റ്റാണ് കാണിക്കാം. പീഡിയാട്രിക് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ആൾ പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റാണ് കാണിക്കാം. അല്ലാതെ മസ്കുലർ പ്രോബ്ലംസും കൂടുതൽ സ്കെലിറ്റൽ പ്രോബ്ലംസ് വരുന്ന മാനിപ്പുലേറ്റീവ് തെറാപ്പിസ്റ്റിനെ കാണിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു ശാഖയാണ് മാനിപ്പുലേറ്റീവ് ഫിസിയോതെറാപ്പി. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഡസ്ട്രിയൽ തെറാപ്പി, അത്തരം കാര്യങ്ങളൊക്കെ അത് ഏത് തരത്തിലുള്ള രീതിയിലേക്കാണ്? ഇപ്പോൾ നമ്മൾ ഒരാൾ ഇൻഡസ്ട്രിയിൽ ഒരാൾ ഒരു വർക്കിൽ ജോയിൻ ചെയ്യാൻ പോകും. അപ്പോൾ ഹീസ് ഫിറ്റ്, അദ്ദേഹം ആ ജോലിക്ക് ഫിറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്. ഇവിടെയല്ല, ഇന്ത്യയിലല്ല, പുറത്തുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അവിടെ പുറത്തുള്ള ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം ഫിറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഫിസിയോതെറാപ്പിസ്റ്റാണ്. കാരണം അദ്ദേഹം ജോബിൽ 100% ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് അയാളുടെ അടുത്ത് നിന്ന് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അയാളൊരു ബാക്ക് പെയിനോ ഒരു നീ പെയിനോ നെക്ക് പെയിനോ ഉള്ള ആകുമ്പോൾ അയാളുടെ ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് എന്താ പറയുക, വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അയാൾ മെൻ്റലി സാറ്റിസ്ഫൈഡ് ആവാനോ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലെവലിൽ ഫിറ്റ്നസ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ഇരിക്കുന്ന ചെയർ മുതൽ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ സ്റ്റാൻഡ് വരെ എല്ലാ കാര്യങ്ങളും ഫിസിയോതെറാപ്പിസ്റ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യും. അങ്ങനെയാണ്. ഇപ്പോൾ മുൻപ് കാലത്തെ അപേക്ഷിച്ച് കേരളത്തിലൊക്കെ ഫിസിയോതെറാപ്പി ക്ലിനിക്കുകൾക്ക് ഒരുപാട് കൂടി, ഒരുപാടെണ്ണം അധികമായി വന്നു. അപ്പോൾ ഫിസിയോതെറാപ്പി കേരളത്തിൽ എത്രത്തോളം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇപ്പോൾ വൈഡായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? കാരണം ആളുകൾ ഡ്രഗ്ലെസ് തെറാപ്പിയായ ഫിസിയോതെറാപ്പിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. കാരണം ആളുകൾ മരുന്ന് കഴിക്കാൻ പല രീതിയിൽ പേടിച്ചുകൊണ്ടിരിക്കുന്ന കാലം. കാരണം മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഗുണത്തിന് അതേപോലെ തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റും ഉണ്ട്. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സയ്ക്ക് 100% നമുക്ക് പറയാം ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായിട്ട് ഫിസിയോതെറാപ്പിക്ക് വേണ്ടി മുന്നോട്ട് വരുന്നത്. ഈ യന്ത്രങ്ങളുടെയൊക്കെ ആധുനിക സജ്ജീകരണങ്ങളടക്കമുള്ള യന്ത്രങ്ങളുടെയൊക്കെ സഹായം ഈ ഫിസിയോതെറാപ്പി എത്രത്തോളം ഉണ്ട്? അതാണ് നമ്മൾ ഇലക്ട്രോ ഫിസിയോതെറാപ്പി എന്ന് പറയും. ഇലക്ട്രോ തെറാപ്പി എന്ന് പറയുന്ന സംഭവം, അതായത് അതിലാണ് നമ്മൾ, അതൊരു ഫിസിയോതെറാപ്പിയുടെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോ ഫിസിയോതെറാപ്പി. അതിൽ വരുന്ന കാര്യങ്ങളിൽ നമ്മൾ മെഷീൻസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ്. നിരവധി ശാഖകളുണ്ട് ഇതിൽ തന്നെ. ഫിസിയോതെറാപ്പി നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഫിസിയോതെറാപ്പി എന്നൊരൊറ്റ വാക്കിൽ ഒതുക്കുകയാണെങ്കിൽ പോലും വൈവിധ്യങ്ങളുള്ള ഒരുപാട് ശാഖകളുണ്ട് ഇതിൽ. പ്രധാനമായിട്ടും കേരളം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏതെല്ലാം ഏരിയകളാണ്? കൂടുതലായിട്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഓർത്തോ, ന്യൂറോ, പീഡിയാട്രിക്, ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി, അത് നമ്മൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന സംഭവമാണ്. പിന്നെ സ്പോർട്സ് ഫിസിയോതെറാപ്പി, നമുക്കറിയാം എല്ലാ സ്പോർട്സ് പേഴ്സൺസിനും ഒരു സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. കൂടാതെ സ്പോർട്സ് ഇവൻറ്റ്സ്, നമുക്കറിയാം ഇന്ത്യൻ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റുകളെ പറ്റിയിട്ട് അങ്ങനത്തെ എല്ലാ സ്പോർട്സിലും ഓൾറെഡി ഫിസിയോതെറാപ്പിസ്റ്റ് ആയിക്കഴിഞ്ഞു. അസുഖം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദന അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ ആളുകൾ എപ്പോഴും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ടും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു റൊട്ടീൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു പ്രവണത ഈയിടെയായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും പലരും അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം സാധ്യതകളുണ്ട് ആ കാര്യത്തിന്? ഒപ്പം എത്രത്തോളം ഗുണകരമാണത് നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലിയിൽ അത്തരം കാര്യങ്ങൾ? അതായത് നമ്മളെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്കില്ലാത്തത് ഫിറ്റ്നസ്സാണ്. നമുക്ക് മൂവ്മെൻ്റ് ഇല്ല, നമ്മളെല്ലാവരും ഇരിക്കുന്ന ആളുകളാണ്.
അല്ലെങ്കിൽ മൂവ്മെൻറ്റ് വളരെ കുറവുള്ള ആൾ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെ കൂടുതലാണ്. ഇന്ന് നമുക്കറിയാം ചെറിയ പ്രായത്തിൽ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വളരെ കൂടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിയോതെറാപ്പിയും ഫിറ്റ്നസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതനുസരിച്ച് ആളുകൾ ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. ഗുരുതരമായ പല രോഗങ്ങളും, അത് സ്ട്രോക്ക് പോലെയുള്ള പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ, അതിനുശേഷം ഉണ്ടാകുന്ന പാരാലിസിസ് സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഏറ്റവും ഫലപ്രദമായ ചികിത്സയായിട്ട് ഫിസിയോതെറാപ്പി ഇപ്പോൾ കാണുന്നുണ്ട്. അതെ, സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറയും. അതായത് സ്ട്രോക്ക് സംഭവിച്ച അയാളെ പിന്നെ പഴയ രീതിയിലേക്ക് അയാളെ നടത്തവും കാര്യങ്ങളും എല്ലാ ഹാൻഡ് ഫംഗ്ഷനും റെഡിയാക്കി അയാളെ വീണ്ടും പഴയ രീതിയിലേക്ക് എത്തിക്കുന്ന രീതി. മറ്റെന്തൊക്കെ ഇത്തരത്തിൽ മറ്റ് ചികിത്സയിലൂടെ സാധ്യമാവാത്ത രീതിയിൽ ഇടപെടാൻ ഫിസിയോതെറാപ്പിക്ക് കഴിയുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ കഴിയുന്നത് പറഞ്ഞാൽ മെയിനായിട്ട് മസ്കുലർ വീക്ക്നെസ് ആണ്. അതായത് ഇപ്പം പാരപ്ലീജിയ, ക്വാഡ്രിപ്ലീജിയാസ്, പിന്നെ പീഡിയാട്രിക് കണ്ടീഷനിൽ പീഡിയാട്രിക് ഒരുപാട് കേസുകളുണ്ട്. സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ആ കണ്ടീഷന് വേറൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഫിസിയോതെറാപ്പി അല്ലാതെ വേറെന്ത് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കണ്ടീഷനിൽ ഫിസിയോതെറാപ്പി വളരെ അധികം നമുക്ക് ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ സാധാരണഗതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഏറെക്കുറെ അത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരിക്കും അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾ ഏറെക്കുറെ അങ്ങനത്തെ ഒരു പ്രവണതയാണല്ലോ. പക്ഷേ ഫിസിയോതെറാപ്പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോങ് ടേം ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു സെറിബ്രൽ പൾസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനൊരു ചെറിയൊരു ടൈം ലിമിറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് എങ്ങനെയാണ് അത് ഒരു വലിയ, കാരണം ഇപ്പോൾ നമ്മളൊരു ഫാസ്റ്റ് ലൈഫാണ്, ആളുകൾ എത്രത്തോളം അതിലേക്ക് ഇൻവോൾവ് ആവുന്നു എന്നുള്ളതൊരു വലിയ വിഷയം തന്നെയാണ്. കാരണം നമ്മൾ സെറിബ്രൽ പാൾസി പറഞ്ഞാൽ ബ്രെയിനായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്ത് മാറാൻ തന്നെ അത്രയ്ക്കും സമയമെടുക്കും. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ലൈഫ് ടൈം എത്തുന്ന സമയം വരെ, അതായത് ആ കുട്ടിയുടെ മൈൽ സ്റ്റോൺസ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഉള്ള സമയങ്ങൾ ആ കുട്ടിക്ക് പൂർണ്ണമായും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ആവശ്യം. അതിൽ മാത്രമല്ല, ഇപ്പൊ മസ്കുലർ പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ പെയിനുള്ള കണ്ടീഷനുകൾ നമുക്ക് അത്ര ലോങ് ഫിസിയോതെറാപ്പിയുടെ ആവശ്യമില്ല. നമ്മൾ ആ പേഷ്യന്റിന്റെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള പ്രോപ്പർ മാനേജ്മെന്റ് കൊടുത്താൽ പേഷ്യന്റ് ഹിംസെൽഫ് ഹി ക്യാൻ ഡു ദ ട്രീറ്റ്മെന്റ്. മീൻസ് എക്സസൈസും കാര്യങ്ങളും അതിനുശേഷവും അത് തുടർന്നുകൊണ്ടിരിക്കണം കുറച്ച് കാലത്തേക്ക്. എക്സസൈസ് എന്തായാലും നമുക്ക് ആർക്കായാലും നല്ലതാണ്. അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളും പിന്നെ ആളുകൾ ചെയ്യാത്ത ഒരു കാര്യം അതാണ് കൂടുതലും ചെയ്യാത്തത്. ഇപ്പൊ നമ്മൾ കൂടുതലും പിന്നെ പെയിനായിട്ട് വരുന്ന ആളുകളെ കൂടുതൽ പോസ്റ്ററൽ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ ആ പോസ്റ്റർ കറക്റ്റ് ചെയ്താൽ തന്നെ അവരെ പെയിനും കാര്യങ്ങളും ഒഴിവാകും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോങ് സ്റ്റാൻഡിങ് കേസ് അവിടെ വരുന്നില്ല. നമ്മൾ അയാളെ പോസ്റ്റർ മാത്രം കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അയാളെ ഇരുത്തം, അയാളെ നടത്തം, അയാളെ ബാക്കിയുള്ള മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ അയാളെ പെയിൻ കുറഞ്ഞു. അതിനോടൊപ്പം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ കോഴ്സിനെ കുറിച്ചും ഇതിൻ്റെ ഒരു ആധികാരികത. കാരണം ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപാട് വ്യാജ നാണയങ്ങളുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആധികാരികമായിട്ട് ഇതിൻ്റെ കോഴ്സും അതിൻ്റെ ഒരു രീതിയും എങ്ങനെയാണെന്നും കൂടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് പങ്കുവയ്ക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. കുഹാസ് എന്ന് പറയും, കേരള പിന്നെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഫിസിയോതെറാപ്പി കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. 4.5 വർഷമാണ് ഫിസിയോതെറാപ്പി കോഴ്സ്. അത് ബാച്ചിലർ ഡിഗ്രിയാണ്. പിന്നെ PG ഉണ്ട്, അത് 3.5 years, അത് 2 years ആണ്. പിന്നെ PhD, അങ്ങനെ ഫിസിയോതെറാപ്പിയുടെ അപ്ഗ്രേഡേഷൻ പോകും. പിന്നെ നമുക്ക് ഓരോ സ്പെഷ്യാലിറ്റി, നമ്മൾ ഏത് സ്പെഷ്യാലിറ്റി ആണോ ചൂസ് ചെയ്യുന്നത് അതിലെങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകും, കൂടുതലായിട്ട് മുന്നോട്ട് പോകും. പിന്നെ വേറൊരു കാര്യം, നേരത്തെ നമ്മൾ ഒരു ഒറ്റവാക്കിൽ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക ഫിസിയോതെറാപ്പി കോൺഫറൻസിൽ പങ്കെടുത്തതിനെ കുറിച്ച്. അതിലെ അനുഭവങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം എന്തൊക്കെയായിരുന്നു അതിൽ ഈ ഇന്ത്യക്ക്, കാരണം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം കൂടിയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ നിന്നും നമുക്ക് വളരെ പ്രചോദനമാക്കേണ്ട കാര്യങ്ങളായിട്ട് തോന്നിയത്? ഏകദേശം ഒരു 111 രാജ്യങ്ങൾ ഉള്ള ആളുകളുമായിട്ട് പ്രതിനിധികളായിട്ട് നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാനോ നമുക്ക് ആശയങ്ങൾ കൈമാറാനോ നമുക്ക് കഴിയും. അപ്പോൾ അവരെ പല രാജ്യങ്ങളിലും എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട്, ഇപ്പോൾ ഓസ്ട്രേലിയ, ജർമ്മനി, ബ്രിട്ടൻ, അങ്ങനത്തെ ഒരുപാട് അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. കാരണം അവിടെയൊക്കെ ഡയറക്റ്റ് കോൺടാക്ട് പ്രാക്ടീസാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് ഡയറക്റ്റ്ലി ചെല്ലുന്നത് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്കാണ്. അവിടെ നിന്നാണ് ആ ഫിസിയോതെറാപ്പിസ്റ്റാണ് പേഷ്യൻറ്റിനെ ഡയഗ്നോസിസ് ചെയ്തിട്ട് ആ പേഷ്യൻ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ റെഫറൽ കൊടുക്കുകയാണ് പേഷ്യൻറ്റ്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. നമ്മൾ ഇന്ത്യയിലൊന്നും അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 5 years വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡായി മാറിക്കൊണ്ടിരിക്കും. കാരണം ആളുകളെ അടുത്തറിയാനുള്ളൊരു അവസരം കൂടിയായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, നമ്മൾ പേഷ്യൻറ്റുമായിട്ട് ഒരുപാട് സമയം സംവേദിക്കാൻ അവസരമുള്ള ഒരു പ്രൊഫഷനാണ് ഫിസിയോതെറാപ്പി. ഒരു പേഷ്യനോട് ഏറ്റവും കുറഞ്ഞത് 1/2 hour to 1 hour നമ്മളൊരു പേഷ്യൻ്റെ അടുത്ത് സംസാരിക്കുക, നമ്മളെ പേഷ്യനെ ഡീൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റുമായിട്ടുള്ള കൂടുതൽ നമുക്ക് ഇൻട്രാക്ഷനിലൂടെ പേഷ്യൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങളും പേഷ്യൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും അതിനുവേണ്ടിയുള്ള കൂടുതൽ ചികിത്സ നമുക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയും. ഫിസിയോതെറാപ്പിയെ കുറിച്ച് ആളുകൾക്കിടയിൽ ബോധവൽക്കരണം നടത്താൻ എത്തരത്തിലൊക്കെ സാധിക്കും? കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാക്കാൻ നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസ് നടത്താറുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി ക്യാമ്പുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാറ്. പിന്നെ അല്ലാതെ ഓരോ റൈറ്റപ്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുക്കും.
ഇന്ന് ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. അതിൻ്റെ ഭാഗമായി എന്തെല്ലാം പരിപാടികളാണ് പ്രധാനമായും ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവയർനെസ് പ്രോഗ്രാമുകളും ക്യാമ്പുകളും ഒരുപാട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് കൂടെ നമ്മളിന്ന് കാലിക്കറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുകയും യാതനകൾ അനുഭവിക്കുകയും ചെയ്യുന്ന നമ്മളെ ട്രാഫിക് പോലീസുകാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു ഫിസിയോതെറാപ്പി ക്യാമ്പ് നമ്മൾ ട്രാഫിക് സ്റ്റേഷനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ നമ്മളെ പ്രോഗ്രാം. നമ്മൾ എല്ലാ വർഷവും ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും ചാരിറ്റി ഹോമിൽ ഫിസിയോതെറാപ്പി കാര്യങ്ങളും ക്യാമ്പ് അറേഞ്ച് ചെയ്യാറായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അവർക്ക് സ്ഥിരമായിട്ട് ഫിസിയോതെറാപ്പി വേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ക്യാമ്പായിട്ടല്ല, നമ്മളല്ലാതെ തന്നെ റുട്ടീനായിട്ട് അവരെ ഫിസിയോതെറാപ്പി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ അവരെ ഒഴിവാക്കി പുതിയൊരു ഗ്രൂപ്പിനെ നമ്മൾ കണ്ടെത്തി. ഏതായാലും ഇതൊരു വലിയ രീതിയിലേക്ക് വ്യാപിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ദിനങ്ങൾ അതിനുള്ളൊരു പ്രചോദനമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുക കൂടിയാണ്. ഏതായാലും ഈ ഒരു ദിവസം തന്നെ മോർണിംഗ് ഷോയിൽ അതിഥിയായെത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു.